ഹൈപ്പോത്തസിസ്. തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഈ തിയറി പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്കറിയാം ഇങ്ങനെ ഒരു ഇക്കോണമിയിൽ ബൂം വരും, റിസഷൻ വരും, പിന്നെ ഇവിടെ ഡിപ്രഷൻ വരും, അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ശരിക്കും ഇത് ബിസിനസ് സൈക്കിളാണ് അല്ലേ? അപ്പോൾ ഈ ബൂമിൻ്റെ കാലഘട്ടം വരുമ്പോൾ എന്ത് സംഭവിക്കാൻ അറിയോ? ബാങ്കുകൾ ഭയങ്കരമായിട്ട് ലോൺ കൊടുക്കും. ലോൺ കൊടുക്കും. അപ്പോൾ അങ്ങനെ ബാങ്കുകൾ ഭയങ്കരമായിട്ട് ലോൺ കൊടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും അറിയും? ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. ബാലൻസ് ഷീറ്റ് എക്സ്പാൻഷൻ. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റിന് ബാങ്കിൻ്റെ ബിസിനസ് കാണിക്കുന്ന ഒരു സംഭവമാണ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ കാണും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് കാണും, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി കാണും. ഓക്കെ, അപ്പോൾ അസറ്റ് കാണും, ലയബിലിറ്റി കാണും. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്ത ലോണാണ്, നമുക്കെല്ലാം തന്നിരിക്കുന്ന ലോണാണ്. അത് തിരിച്ചടക്കായിരിക്കുമ്പോൾ നമ്മളതിന് പറയുന്ന പേരാണ് NPA. എന്താണ്? നോൺ പെർഫോമിങ് അസറ്റ്, തിരിച്ചിട്ടുന്നില്ല. പിന്നെ ലയബിലിറ്റീസ് എല്ലാം എന്ത് വേണം? നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് കാണും. ശരിയല്ലേ? ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ലോൺ കൊടുക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറിയാണ്. സോ ബേസിക്കലി ലോൺസ് ആർ അസറ്റ്സ്, ഡെപ്പോസിറ്റ്സ് ആർ ലയബിലിറ്റീസ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ബൂമിൻ്റെ സമയത്ത്, ഇതാണ് ബൂമിൻ്റെ സമയത്ത് നമ്മുടെ വീടിൻ്റെ വാല്യൂ ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. 1 കോടി രൂപയാണ് നമ്മൾ ലോൺ എടുത്ത് 1 കോടി രൂപയുടെ വീട് കൊടുത്തു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസഷൻ്റെ സമയത്ത് നമ്മൾ തിരിച്ചടയ്ക്കാതിരിക്കും. 50 ലക്ഷം രൂപയെ നമുക്ക് ആ വാല്യൂ കാണുള്ളൂ പ്രോപ്പർട്ടിക്ക്. നമ്മളെല്ലാം 1 കോടി രൂപ തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞ് വീടും ബാങ്കിന് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഓടിപ്പോരും. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചുള്ള നഷ്ടമാണ്. ഇത് വീടിൻ്റെ കേസിൽ മാത്രമല്ല, വണ്ടികളുടെ കേസിൽ, ബിസിനസ്സിൻ്റെ കേസിൽ എല്ലാം ശരി. അപ്പം ബാങ്ക് ബൂമിൻ്റെ കാലത്ത് കൂടുതൽ ലോൺ കൊടുത്തു, എല്ലാവർക്കും ലോൺ കൊടുത്തു, പരുന്ന പല സ്കീമുകളിൽ ലോൺ കൊടുത്തു, പോൺസി സ്കീമിൽ ലോൺ കൊടുത്തു. നിങ്ങളറിഞ്ഞോ മെഹുൽ ചോസ്കി എന്ന് പറഞ്ഞ ഒരാളെ നീരജ് മോഡിയുടെ കൂട്ടുകാരനെ ആൻറ്റിഗയിലാണോ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്ന പോലീസുകാർ ഇടിയൊക്കെ വെച്ചെടുത്ത് 7 പേരെ ഇന്ത്യക്കാരെ, ക്രൈംബ്രാഞ്ചിൻ്റെ ആൾക്കാരെ വിമാനത്തിലാണ് അവിടെ ചെന്നത്. കോവിഡ് കൊല്ലുണ്ട്, ഒരു രാജ്യത്തേക്ക് പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ വിമാനത്തിൽ ഇയാളെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കുക. 13,500 കോടി രൂപ ബാങ്കിൻ്റെ തട്ടിക്കൊണ്ടുപോയി. 13,500 കോടി രൂപ, 1 കോടി 2 കോടി ഇല്ല, 13,500. പിന്നെ അയാളെ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് പൈസ മേടിച്ച് ബിസിനസ് നടത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിലൊരാളാണ് സഹാറ ഗ്രൂപ്പിൻ്റെ സുബ്രത റോയ് എന്ന് പറഞ്ഞ ഒരാൾ ജയിലിലാണ്. സഹാറ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്ത ഒരാളാണ് ഈ സുബ്രത റോയ്. അപ്പോൾ അവരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ പൈസ ജനങ്ങളിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് RBIയുടെ ഒന്നും അനുവാദമല്ല, SEBIയുടെ ഒന്നും അനുവാദം ഇല്ലെങ്കിൽ അവർ നിയമത്തിൻ്റെ ബേസിൽ ജയിലിൽ പോവുക തന്നെ ചെയ്യും. സുബ്രത റോയിയെ പിടിച്ചത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു. അയാളുടെ പേരാണ് CM അംബറാവോ, അങ്ങനെ അയാളുടെ പേര്. അപ്പോൾ അയാളങ്ങനെ സുബ്രത റോയ് ജയിലിലായി, മെഹുൽ ചോക്സിയൊക്കെ അകത്തായി. അപ്പോൾ ഒത്തിരി ഓവർ ഫൈനാൻസിങ് ബാങ്കുകൾ ചെയ്യും. ബാങ്കുകൾ അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രമാത്രം പൈസയെന്ന് നോക്കൂ. ബിറ്റ്കോയിൻ കണ്ടോ? നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ 2 വയസ്സും കൂടെ 3 വയസ്സും കൂടെ കൂട്ടി നോക്കിയോ, പോടെ 4 വയസ്സും 2-3 വയസ്സ് കൂടെ കൂടുതൽ ആൾക്കാർ പലയിടത്തും ജോലി ചെയ്തിട്ട് 3 ലക്ഷമൊക്കെ ഉണ്ടാക്കി പല കോയിനിലും ഡെപ്പോസിറ്റ് ചെയ്ത് ഇപ്പം പൈസ പോയിട്ടിരിക്കുക. അന്നൊക്കെ ചോദിക്കും നമ്മൾ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്തെന്നൊക്കെ പറയായിരുന്നു. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് പോയി. അപ്പോൾ നമുക്കറിയാം ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബലൂൺ പോലെ അങ്ങ് ഭയങ്കര, നമുക്ക് എന്താ പറയുക, എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ബസ്റ്റ് എന്താണ് ബൂമ്? എല്ലാത്തിൻ്റെയും വില കൂടും. ബസ്റ്റ് പൊട്ട് അല്ലേ? ബബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബബിൾ എന്ന് പറഞ്ഞാൽ ബബിൾ ഗം നമ്മൾ പറയാനുള്ള കാരണം എന്താ? അതിൻ്റെ അവസാനം നമ്മളത് വീർപ്പിച്ച് പൊട്ടിക്കും. അപ്പം ബബിൾ എന്ന് പറഞ്ഞാൽ കുമ്പളെന്ന് അർത്ഥം. ബബിൾ ഒരിക്കലും ചുങ്ങിപ്പോവോ? ഇല്ല. ബലൂൺ ചുങ്ങിപ്പോവും, ബബിൾ ചുങ്ങിപ്പോവും, പൊട്ടിപ്പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഫൈനാൻഷ്യൽ സെക്ടറിലെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ള ലോണുകളും അങ്ങനെയുള്ള അസറ്റുകൾ, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ബാങ്കുകളും നടത്തും. കൂടുതൽ റിസ്കി ഫൈനാൻസ് നടത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പൈസ തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ച് ബാങ്കുകൾ അങ്ങനെ ചെയ്യും, പല രീതിയിലും ചെയ്യും. ഏറ്റവും അവസാനം ബാങ്കുകൾ പൊട്ടിപ്പോകും. ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി വരും. എന്താണ് ആ വാക്കിൻ്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞാട്ട്? ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ തന്നെ ഡെലിവറി ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി വരും. നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ബാങ്കുകൾ കണ്ടവാൻ ഓവർ ഫൈനാൻസിങ് നടത്തിയിട്ടാണ് വരുന്നതെന്നാണ്
മോഡേൺ തിയറി. അതിലെ മോഡേൺ തിയറി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടാണ് ഹൈമാൻ മിൻസ്കി. മിൻസ്കിയുടെ തിയറിയാണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഹൈപ്പോത്തസിസ്. അപ്പോൾ ഹൈപ്പോത്തസിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മളിപ്പോൾ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് നമ്മളിപ്പോൾ കണ്ട്. പിന്നെ മിൻസ്കി എന്താണ് പറഞ്ഞേക്കുന്നത് നമ്മൾ അറിയണം. പിന്നെ ഈ ക്ലാസ് ഞാനിങ്ങനെ എടുക്കാൻ തീരുമാനിച്ചതിന് കാരണം ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കണ്ടില്ലേ നമുക്ക് നഷ്ടമാണ്. ഇങ്ങനെ ബലമായിട്ട് പിടിച്ചിരുത്തുമ്പോഴല്ലേ നമ്മൾ പഠിക്കുകയുള്ളൂ. നമ്മളിപ്പോഴും 1ാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ടീച്ചേഴ്സ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേ അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തേക്കാൻ തീരുമാനിച്ചു. പിന്നെ അത് എടുക്കുമ്പോൾ ഈ ക്ലാസ്സിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, കുറേ വാക്കുകളുണ്ട്. നമുക്കത് ഇക്കണോമിക്സും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി അല്ല അക്കാഡമിക് ലെവലിൽ ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. അതുകൊണ്ട് ആ വാക്കുകൾ പരിചയപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഈ ക്ലാസ്സിനെ കണ്ടാൽ മതി, തിയറിയേക്കാൾ ഉപരി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇക്കണോമിക്സ് വായിക്കുമ്പോൾ ഈ തിയറികളൊക്കെ ഈ വാക്കുകൾ നിങ്ങൾ എപ്പോഴും പരിചയപ്പെടും. ഒരു സെക്കൻഡേ, അമ്മയെ ഓട്ടോ വിളിക്കാൻ വേണ്ടി ഒരു ഓട്ടോ വന്നിട്ട് ഞാൻ അങ്ങനെ ഒന്ന് മാനേജ് ചെയ്യട്ടെ. ഓക്കെ, സോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഹൈപ്പോത്തസിസ് ഡെവലപ്ഡ് ബൈ ഇക്കോണമിസ്റ്റ് ഹൈമാൻ മിൻസ്കി. The theoretical framework of the FIH is based on a capitalist economy with extensive capital assets and a sophisticated financial system. ഓക്കെ, അപ്പോൾ ഈ തിയറിയെ നമ്മൾ പറയുമ്പോൾ ഈ തിയറി നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് വരുന്നതെന്ന് നോക്കണം. സാധാരണ ഇതിൽ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഫൈനാൻഷ്യൽ സിസ്റ്റമുള്ള ക്യാപിറ്റൽ സിസ്റ്റത്തിൻ്റെ ബേസിലാണ്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ബേസിലാണ് ഈ തിയറി ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു US ഇക്കോണമിയിലും അല്ലെങ്കിൽ യൂറോപ്യൻ ഇക്കോണമിയുടെയും ബേസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ തിയറി ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെ എക്സ്റ്റൻഷൻ ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബാങ്കിന് ഇഷ്ടം പോലെ അസറ്റ് കാണും, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇഷ്ടം പോലെ അസറ്റ് കാണും. അപ്പം ഫൈനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് ആയിട്ട് ഒരു ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഈ തിയറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനത് മിനിമൈസ് ചെയ്യട്ടെ. ഓക്കെ, നൗ ഹി ആർഗ്യൂഡ് ദാറ്റ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആർ റാമ്പൻ ഇൻ ക്യാപിറ്റലിസം. അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് അറിയാം, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഭയങ്കര റാമ്പൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര വൈഡ്ലി പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഒരു ഫിനോമിനാണ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ക്യാപിറ്റലിസ്റ്റിൽ. ഓക്കെ, പിടികിട്ടില്ല. ദെൻ ബിക്കോസ് പീരിയഡ്സ് ഓഫ് ഇക്കണോമിക്സ് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് പറയുകയാണെങ്കിൽ ബൂം എന്ന് പറയും. ഇപ്പം ബൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയത്തില്ല. പക്ഷേ എല്ലാത്തിനും വില കൂടി, എല്ലാ അസറ്റിനും എല്ലാ ആൾക്കാരുടെ ഇഷ്ടം പോലെ പൈസ ഇരിക്കുന്ന ഒരവസ്ഥയെ ബൂം നിങ്ങളുടെ ലൈഫ് ടൈമിൽ അത് കണ്ടിട്ട് കാണില്ല. ഒരു 2003 തൊട്ട് 2008 വരെ ഇന്ത്യ ഭയങ്കര ബൂമായിരുന്നു, 2008 വരെ. അപ്പോൾ ആ ബൂമിൻ്റെ കാലഘട്ടത്ത് ഭയങ്കരമായിട്ട് ബോറോയിങ് ആണ്. എൻകറേജ്ഡ് ബോറോവേഴ്സ് ആൻഡ് ലെൻഡർ ടു ബി പ്രോഗ്രസ്ലി റെക്ലെസ്സിന് ഒരു മയമില്ലാതെ കിട്ടാവുന്നവർക്കൊക്കെ ലോൺ കൊടുക്കും, ആവശ്യമുള്ളവർക്ക് ലോൺ എടുക്കും, ആവശ്യമില്ലാത്തവരെല്ലാം ലോൺ എടുക്കും. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. ബാലൻസ് ഷീറ്റ് എക്സ്പാൻഷൻ എന്ന് പറയും. ദിസ് എക്സസ് ഒപ്റ്റിമിസം ക്രിയേറ്റ് ഫൈനാൻഷ്യൽ ബബിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മേടിച്ച് ലോൺ എടുക്കും. നമ്മൾ വീട് പണിയും, നമ്മൾ കാർ മേടിക്കും, നമ്മൾ സ്ഥലം മേടിക്കും, എല്ലാത്തിനും വില. ഓക്കെ, ഏറ്റവും അവസാനം ഇതെല്ലാം പൊട്ടും. ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്, ഏത് കൊമ്പിളയും പൊട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം ബസ്റ്റിൻ്റെ ഒരു സ്പെല്ലിങ് ആരോടെ മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവർ പറയുന്നത്. അതായത് കൂടുതൽ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് സിസ്റ്റം പൊട്ടിപ്പോകുന്നതിനെയും. ദെയർഫോർ ക്യാപിറ്റലിസം ഇസ് പ്രോൺ ടു മൂവ് ഫ്രം പീരിയഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പം പൊട്ടുമ്പോൾ ആരാണ് പൊട്ടുന്നത്? ബാങ്കുകളാണ് പൊട്ടുന്നത്. മെഹുൽ ചോസ്കി അല്ലേ ബാങ്കിൽ പൊട്ടി. നീരവ് മോഡി രത്ന വ്യാപാരിയാണെന്ന് വിചാരിച്ചാൽ എത്ര രൂപ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെയൊക്കെ ലൈഫ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവരത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാങ്കിൽ പൊട്ടിച്ച് ഇവർ ജീവിക്കും, ബാങ്കിൽ പൊട്ടിപ്പോകും. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് നീഡ്സ് ഗവൺമെൻറ് റെഗുലേഷൻ. ഈ ഒഴിവാക്കാൻ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഇടപെടണം. അതാണ് മിൻസ്കിയുടെ പോളിസി മെസ്സേജ്. മിൻസ്കി ഡിഫൈൻസ് ഹെഡ്ജ്, സ്പെക്കുലേറ്റീവ് ആൻഡ് പോളിസി ഫൈനാൻസ് ആസ് ഡിസ്റ്റിങ് ഇൻകം ഡെപ്റ്റ് റിലേഷൻസ് ഓഫ് എക്കണോമിക് പോളിസി. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കാമെന്നൊക്കെ. ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയാം, ഹെഡ്ജ് ഈസ് വി ആർ കവറിങ് അവർ ഫൈനാൻഷ്യൽ റിസ്ക്. വാട്ട് ഈസ് ദാറ്റ്? അവർ ഫൈനാൻഷ്യൽ റിസ്ക്, നമ്മുടെ ഫൈനാൻഷ്യൽ റിസ്ക്. ഉദാഹരണം നമ്മൾ പല ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് നമ്മൾ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ ഒരു ഹൗസ് ലോൺ മേടിച്ചു, അതുകൊട്ടെ അത് വേണ്ട, വേറെ എന്തെങ്കിലും എക്സാമ്പിൾ എടുക്കാം. ഞാൻ $100 മേടിക്കണം തീരുമാനിച്ചു. ഒരു ഡോളറിന് 75 രൂപ. പക്ഷേ തിരിച്ചടയ്ക്കാൻ എനിക്ക് പറ്റുമെന്ന് സംശയമുണ്ട്. അന്നേരം $100 ആവുമെന്ന്, $1 $100 ആവുമെന്ന് തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറയും, ഏതെങ്കിലും കമ്പനിക്കാരോട് പറയും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും, എനിക്ക് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ $100 മേടിച്ചിട്ടുണ്ട്, $1.75 ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഡോളർ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അന്നേരം 100 ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ എനിക്ക് അന്ന് ഒരു വർഷം കഴിയുമ്പോൾ 76 രൂപയ്ക്ക് ഒരു ഡോളർ തരണം എന്ന് പറഞ്ഞ് ഞാൻ അവരുമായിട്ട് എഗ്രിമെൻറ്റിൽ എത്തിച്ചേരും. ഓരോ 100 രൂപയ്ക്ക് ഞാൻ $1 അവർക്ക് കമ്മീഷനും കൊടുക്കും. ഹെഡ്ജിങ് കമ്മീഷൻ എന്ന് പറയും. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഹെഡ്ജ് ഫണ്ട് എന്ന് പറയും. വേറെ ഹെഡ്ജിങ് ഉണ്ട്, ഞാനിപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് കവർ ചെയ്യുന്ന ഒരു ഹെഡ്ജിങ്ങിനെ കുറിച്ച് മാത്രം പറയാം.
പിന്നെ ഭയങ്കര സ്പെക്കുലേറ്റീവ് ക്യാപിറ്റൽ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭയങ്കര സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ. പോൺസി ഫിനാൻസ്. പോൺസി പിന്നെ എന്താ പറയുക, ഈ നമുക്കൊരു അറിയാലോ, അതായത് ആളുകളുടെ നിന്ന് ഭയങ്കരമായിട്ട് ആട്, തേക്ക്, മാഞ്ചിയം എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, ആളുകളിൽ നിന്ന് പൈസ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അതൊരു ക്ലാസിക് എക്സാമ്പിളാണ് പോൺസി സ്കീമിന്. അപ്പോൾ പോൺസി സ്കീമിനെതിരെ ഗവൺമെൻറ് നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്കീമുകളെല്ലാം ഇപ്പോൾ ആടും മാഞ്ചിയും തേക്കൊന്നുമില്ല, തട്ടിപ്പുകാരെല്ലാം ബിറ്റ് കോയിനിൻ്റെ പുറകിൽ, അല്ലേ, നിങ്ങളുടെ അടുത്തൊക്കെ ആൾക്കാർ വരും, ബിറ്റ് കോയിനിൽ വേറെ കോയിനുണ്ട്, ആ കോയിനുണ്ട്, ഈ കോയിനുണ്ട്, എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൺസി ഫിനാൻസ്. പോൺസി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ യാതൊരു റെഗുലേഷനും ഇല്ലാതെ ആൾക്കാരിൽ നിന്ന് പൈസ മേടിക്കുന്നതിന് പറഞ്ഞ പേരാണ് പോൺസി ഫിനാൻസ്. ആസ് ഡിസ്റ്റിങ് ഇൻകണ്ടക്ട് റിലേഷൻസ് എക്കണോമിക്, ഇതൊക്കെ ഇവിടെ കാണും. അസെറ്റ്സ് ദാറ്റ് ഇഫ് ഹെഡ്ജ് ഫിനാൻസിങ് ഡോമിനേറ്റ്സ് ദെൻ ദി ഇക്കോണമി വിൽ ബി സ്റ്റേബിൾ. ഹെഡ്ജ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഞാനൊരു $100 ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു വീടിൻ്റെ വായ്പ എടുത്തെന്ന് വിചാരിച്ചു, എക്സാമ്പിൾ പറഞ്ഞാൽ എടുത്തെന്ന് വിചാരിച്ചു, വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവർ നമ്മളെ പിടിച്ച് ഇൻഷുറൻസിന് ചേർക്കും. അപ്പോൾ നമ്മൾ പറയും ഇൻഷുറൻസ് ഒന്നും എനിക്ക് വേണ്ട, അതിൻ്റെ പൈസ തിരിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അവർ പറയും അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ ലോൺ ആര് തിരിച്ചടയ്ക്കും. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതിൻ്റെ കൊടുത്ത് ഒരു ഇൻഷുറൻസും കൂടെ എടുക്കണം. അപ്പോൾ ആ ഇൻഷുറൻസ് നമുക്ക് ഒരു വർഷം ഇച്ചിരി പൈസയും കൂടെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ഹെഡ്ജ് ചെയ്തേക്കുക, ശരിയല്ലേ, ബാങ്ക് ഹെഡ്ജ് ചെയ്തേക്കുക. അങ്ങനെ പലതരത്തിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പരിപാടിക്ക് പറയുന്നവരാണ് ഹെഡ്ജിങ്. മനസ്സിലായല്ലോ, അതാണ് ഹെഡ്ജിങ്. അപ്പോൾ ഹെഡ്ജിങ് ഉണ്ടെങ്കിൽ ഇക്കോണമിക്ക് കുഴപ്പമില്ല. എല്ലാ ബാങ്കുകളും അവർ കൊടുത്തിരിക്കുന്ന ലോണിന് പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഇവർ പറയുന്നത്. ഓക്കെ, ദെൻ ഓൺ ദി അതർ ഹാൻഡ്, അതായത് നേരെ തിരിച്ച് വെൻ ദർ ആർ ഹയർ ലെവൽ സ്പെക്കുലേറ്റീവ് ആൻഡ് പോൺസി ഫിനാൻസ്, ഭയങ്കര സ്പെക്കുലേറ്റീവ് പോൺസി ഫിനാൻസ് അങ്ങനെ വരുമ്പോണ്ടല്ലോ എന്ത് സംഭവിക്കും, ദർ വിൽ ബി ആംപ്ലിഫൈഡ് റിസ്ക്. ഇപ്പം ഞാൻ ലോൺ കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ലോൺ എടുത്തു, എവിടെയാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്, നമ്മുടെ പൈസ ഇല്ലാതെ നമുക്ക് കൊടുക്കാനില്ല. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന് വിചാരിച്ചു, നമ്മളത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യും, അല്ലേ, റിസ്ക് ആയിട്ടുള്ള സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യും. വാഗമണ്ണിൽ പോയി സ്ഥലം മേടിച്ചെന്ന് വിചാരിച്ചു, എൻ്റെ സുഹൃത്തിന് സംഭവിച്ചു കേട്ടോ. അപ്പോൾ അദ്ദേഹം സ്ഥലം മേടിച്ചപ്പോൾ പകുതി സ്ഥലത്തിന് പട്ടയില്ലായിരുന്നു, പകുതി സ്ഥലത്തിന് പട്ടയുള്ളായിരുന്നു. അത് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായത്. അപ്പോൾ ആ മേടിച്ച സ്ഥലത്തിന് ഇരട്ടി വിലയായിപ്പോയി, ശരിയല്ലേ. അപ്പോൾ അത് നമുക്കൊരു കവറേജ് ഇല്ല. നമ്മൾ സ്പെക്കുലേറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്പെക്കുലേറ്റ് ചെയ്ത് കിട്ടിയില്ല പൊട്ടി എന്ന രീതിയിൽ. സോ അത് കൂടുതലും ഇക്കണോമിക് ബൂമിൻ്റെ സമയത്താണ്. ദ ഗ്രേറ്റർ ദി ലൈക്ലിഹുഡ് ദാറ്റ് ദർ വിൽ ബി ആംപ്ലിഫൈഡ് റിസ്ക്. പിടിയിട്ടില്ലോ, ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ വീട് ഒക്കെ പണിത് കൊടുത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ. ദസ് ദി FIH ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഹൈപ്പോത്തസിസ് സജസ്റ്റ് ദാറ്റ് ഓവർ എ പീരീഡ് ഓഫ് പ്രൊലോങ്ഡ് പ്രോസ്പെറിറ്റി സമ്പന്നതയുടെ ഒരു ദീർഘകാലയളവിൽ, ദീർഘം കേട്ടോ, ഇവിടെ ചിലപ്പോൾ പൈസ കുറവായിരുന്നു, ഇവിടെ സമ്പന്നത, പിന്നെ പൈസ കുറയുന്ന കാലം ഇതുണ്ട്. ഇതാണ് പ്രോസ്പെറിറ്റി, പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് വാട്ട്, പ്രോസ്പെറിറ്റി. Capitalist economies tend to move from financial structure dominated by hedge finance to structure that increasingly emphasize speculative and policy finance. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ സൂക്ഷിച്ച് ചിലവാക്കുന്നത് എപ്പോഴാണെന്നറിയോ, നമുക്ക് പൈസ ഉള്ളപ്പോഴാണ്. ഇല്ലാത്തപ്പോൾ നമുക്ക് ചിലവാക്കാനില്ലല്ലോ. അപ്പോൾ ഈ ഉള്ളപ്പോൾ എന്നാ അറിയാം, നമ്മൾ പല പരിപാടികളും ചെയ്യും. നമ്മൾ ഭയങ്കര സെറ്റപ്പ് വീട് പണിയും, അല്ലെങ്കിൽ നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടത്തും, അല്ലേ. അതിന് ഉദാഹരണം ഞാൻ പറയുന്നില്ല, നമ്മൾക്കല്ല, നമ്മൾ നാട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തും. അപ്പോൾ നമ്മുടെ പൈസ തീരും. ഇല്ലാത്ത കാലഘട്ടത്തോ അങ്ങനെ വെറുതെ ഇരിക്കും. അപ്പോൾ ഏറ്റവും വയസ്സായിട്ട് ഒരാളെ പൈസ ചിലവാക്കേണ്ട എപ്പോഴാണ് പറയുക, അയാളുടെ പൈസ കൈ വരുമ്പോഴാണ്. അന്നേരം നമ്മൾ സൂക്ഷിച്ച് ചിലവാക്കേണ്ടി വരും. സൂക്ഷിച്ച് ചിലവാക്കാതെ പാത്ത് വെക്കണം എന്നല്ല, കറക്റ്റായിട്ട് വേണ്ടിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവർ പറയുന്നതെന്നറിയാം. അപ്പോൾ അങ്ങനെ ഈ സ്പെക്കുലേറ്റീവ് പോൺസി ഫൈനാൻസ് വരുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നാവും, ബാങ്കുകൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ പറയുന്നത്. ഡിസ്പൈറ്റ് ദി കോംപ്ലക്സിറ്റി ഓഫ് ഫൈനാൻഷ്യൽ റിലേഷൻ, ഫൈനാൻഷ്യൽ സെക്ടർ പ്ലേസ് ആർ ആഫ്റ്റർ പ്രോഫിറ്റ്. നമ്മളും അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെയാണ്. കിട്ടാവുന്ന ലാഭം കിട്ടി പ്രസ്ഥാനം വളർത്താൻ ബാങ്കുകൾ നോക്കും. അതാണ് ദ FIH കൺസിഡേഴ്സ് ദി ഇമ്പാക്ട് ഓഫ് ഡെപ്റ്റ് ഓൺ സിസ്റ്റം ബിഹേവിയർ ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ദി മാനർ ഇൻ വിച്ച് ഡെപ്റ്റ് ഈസ് സപ്പോർട്ടഡ്. അപ്പോൾ ഇവർ പറഞ്ഞതെന്നറിയോ, എങ്ങനെ ബാങ്കുകൾ പെരുമാറണം, സിസ്റ്റം ബിഹേവിയർ, പിന്നെ എങ്ങനെ ഡെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം. ഇതിനെക്കുറിച്ച് ഇവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്യും. നമ്മളെല്ലാം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, പറയുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു മിൻസ്കി, ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി മേ കം ഇൻ 2 ഫോംസ്. 2 രീതിയിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി, വാക്കിൻ്റെ പേരാണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി. RBIയുടെ മോണിറ്ററി പോളിസിക്ക് 3 ഒബ്ജക്റ്റീവാണ്. 1 ഇൻഫ്ലേഷൻ പ്രൈസ് സ്റ്റെബിലിറ്റി, 2 സപ്പോർട്ടിങ് ഇക്കണോമിക് ഗ്രോത്ത്, 3 എൻഷുറിങ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന ടെർമിനോളജീസാണ്. PGക്ക് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചേ പറ്റും. എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും, തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. തന്നെ പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ആരെങ്കിലും ഇങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ തുടക്കം ഓക്കെ, ബാക്കി നമുക്ക് തന്നെ പഠിക്കാം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ള വാക്കിൻ്റെ അതൊരു മോഡേൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സെൻട്രൽ ബാങ്കിൻ്റെ മോഡേൺ ഫംഗ്ഷനാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇന്ത്യ വന്നത് 2010 ശേഷം കേട്ടോ. സെൻട്രൽ ബാങ്ക് ഇന്ത്യ 1935 ലോകത്തിൽ 1658 എൻ്റെ വിശ്വാസം. അറിയത്തില്ലാത്ത കാര്യം കൃത്യമായിട്ട് പറയുന്നില്ല. അത്
ബാങ്ക് സെവർജിസ് റിസ്ക് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടല്ലോ. കമ്പനി 2 രീതിയിൽ പറയും, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ്ലി സക്സസ് ബ്രീഡ്സ് എക്സസ് വിച്ച് ലീഡ്സ് ടു ക്രൈസിസ്. വിജയം എന്ന് പറഞ്ഞത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും, ഏറ്റവും അവസാനം അത് ക്രൈസിൽ അവസാനം. സെക്കൻഡ്ലി ഇക്കണോമിക് സ്റ്റെബിലിറ്റി സെൽഫ് ബ്രീഡ്സ് ഇൻസ്റ്റെബിലിറ്റി. ഇക്കണോമിക് സ്റ്റെബിലിറ്റി തന്നെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കും. അതാണ് എങ്ങനെ നമ്മൾ കാണും. സ്റ്റെബിലിറ്റി ടു ഇൻസ്റ്റെബിലിറ്റി, ദ പാത്ത് ടുവേഴ്സ് ഇൻസ്റ്റെബിലിറ്റി. ഒരു സെക്കൻഡ് നമ്മളിനി കാണുമോ, എന്താ കാണുമെന്നറിയാം. ഈ തിയറി നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? ഒരു സെക്കൻഡ്, അത് അന്നേരം ഡിലീറ്റ് ചെയ്യാൻ പോയതാണ്, കുളമായി. ഓക്കെ, സ്റ്റെബിലിറ്റി ടു ഇൻസ്റ്റെബിലിറ്റി, ദ പാത്ത് ടുവേഴ്സ് ഇൻസ്റ്റെബിലിറ്റി. ഇൻസ്റ്റെബിലിറ്റിയിലേക്കുള്ള പോക്ക് എങ്ങനെ എന്നാണ്. സ്റ്റെബിലിറ്റിയിൽ നിന്ന് ഇൻസ്റ്റെബിലിറ്റി. ട്രഡീഷണലി ബാങ്ക് ലെൻഡിങ് ഈസ് സെക്യൂർഡ് അഗൈൻസ്റ്റ് അസറ്റ്സ്. സാധാരണത്തിൽ സെക്യൂർഡ് അഗൈൻസ്റ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ അറിയാം, ബാങ്ക് കൊടുത്ത ലോണ്. അപ്പോൾ സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ കൊടുത്ത ലോണിന് സപ്പോർട്ട് ഉണ്ടാകുക. വീടിന് ലോൺ എടുത്ത് കഴിഞ്ഞാൽ വീട് ആരുടെ പേരില്ല? ബാങ്കിൻ്റെ പേരില്ല. വാഹനത്തിന് ലോൺ എടുത്ത് കഴിഞ്ഞാൽ വാഹനം ആരുടെ പേരില്ല? ബാങ്കിൻ്റെ പേരില്ല. അതെല്ലാം സെക്യൂർഡ് ലോണാണ്. മനസ്സിലായില്ല? അസറ്റ് എന്താണ്? ലോണ്. മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എപ്പോഴെങ്കിലും നമുക്കൊരു ഇൻ്റർവ്യൂനോ അല്ലെങ്കിൽ ഒക്കെ നമ്മളോട് ചോദിക്കും എന്താണ് അസറ്റ് ലോൺ സെക്യൂർഡാന്ന് പറഞ്ഞാൽ. അപ്പോൾ അസറ്റ് സെക്യൂരിറ്റൈസേഷൻ കൃത്യമായിട്ട് വാക്കോട്ടോ. ഇതെല്ലാം കൊമേഴ്സുകാരും ഉണ്ടായ വാക്കാണ്, നമ്മുടെ എക്കണോമിക്സിൻ്റെ ആയിരുന്നു. അസറ്റ് എന്താണ്? സെക്യൂരിറ്റൈസേഷൻ. അസറ്റ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ലോൺ, നമ്മളൊരു ബാങ്ക് ആണെങ്കിൽ നമ്മൾ കൊടുത്ത ലോണ്. ഒരു സെക്കൻഡേ വെരി സോറി. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് അസറ്റ് സെക്യൂരിറ്റൈസേഷൻ വാക്കാണ്. അസറ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കൊടുത്ത ലോൺ സെക്യൂരിറ്റി. അതിന് ഒറ്റ വഴിയുള്ളൂ. ബാങ്ക് എന്ത് ചെയ്യുക? വീട് സ്വന്തം പേരിൽ എഴുതി വെക്കുക, അങ്ങനെ ബാങ്കിൻ്റെ പേരിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുക. ടിപ്പിക്കലി ബാങ്ക്സ് വുഡ് ഓൾസോ ചെക്ക് സ്ട്രിക്ട് ലെൻഡിങ് ക്രൈറ്റീരിയ ടു മേക്ക് ഷുവർ ദി മോർഗേജ് ഈസ് അഫോർഡബിൾ. മോർഗേജ് എന്ന് പറഞ്ഞാൽ അറിയാം, മോർഗേജ് ലെൻഡിങ് എന്ന് പറയും. മോർഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസ് ലോൺ എടുത്ത് കഴിഞ്ഞാൽ മോർഗേജ് ലോണ്, വണ്ടി എടുത്ത് കഴിഞ്ഞാൽ മോർഗേജ് ലോണ്, അതെല്ലാം നമ്മൾ അതിന് പറയുന്നത് വരാം മോർഗേജ് ലോൺസ്. അപ്പോൾ മോർഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈട് വെക്കുക. എന്താണ് ഈട് വെക്കുന്നത്? വീട്. എന്താണ് ഈട് വെക്കുന്നത്? വണ്ടി. ഓക്കെ, അപ്പോൾ അത് അഫോർഡബിൾ ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 50 ലക്ഷം രൂപയുടെ വീട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ 30 ലക്ഷം രൂപയായിട്ട് കുറഞ്ഞ് ലോൺ എടുത്തയാൾ തിരിച്ചടയ്ക്കാതെ വിട്ടുപോകുന്നൊരവസ്ഥ വരരുത്. അതിനനുസരിച്ചുള്ള വാല്യൂഷൻ വേണം. ഓക്കെ, ഹോർ ഇഫ് ഹൗസ് പ്രൈസസ് റൈസ് ആൻഡ് ദർ ഇസ് ഇക്കണോമിക് ഗ്രോത്ത്, ബോത്ത് ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ബിക്കം മോർ ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് വില്ലിംഗ് ടു ടേക്ക് മോർ റിസ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതിനാ അറിയോ, വീടിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെന്നാ അറിയോ, വീട് മേടിക്കാൻ തന്നെ നോക്കും. ഷെയറിൻ്റെ വില ഇപ്പം കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഷെയർ മേടിക്കണം അല്ലേ? എല്ലാവർക്കും ഷെയർ മേടിക്കും. ഇപ്പം അപ്പോഴല്ല ഷെയർ മേടിക്കേണ്ടത്, വില കുറയുമ്പോഴായിരുന്നു. അന്നേരം ആരെങ്കിലും ഉണ്ടായിരുന്നോ ഷെയർ മേടിക്കുന്നത്? ആരും ഷെയർ മേടിക്കില്ല. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ റെക്കോർഡിങ് ഓക്കെ നടക്കുന്നുണ്ടോ? നമുക്ക് റെക്കോർഡിങ് ഉണ്ടോ? ഒരു സെക്കൻഡ്, ഉണ്ടല്ലേ? ഉണ്ട്. Then, so that is about mortgages, risk, etc. The bank insists on smaller deposit and are willing to lend bigger multiples of income. Okay, കുറഞ്ഞ ഡെപ്പോസിറ്റ്, കൂടുതലുള്ള ലോണ്. ബാങ്ക് മൊബിലൈസ് മോർ ഫണ്ട്സ് ഗിവിംഗ് ലോൺസ്. ഹയർ ലെൻഡിങ് ഇറ്റ്സെൽഫ് കോസസ് അസറ്റ് പ്രൈസ് ടു റൈസ് ആൻഡ് ഇൻക്രീസസ് കോൺഫിഡൻസ് ഈവൻ ഫർദർ. കൂടുതൽ വീടിൻ്റെ വില, പ്രോപ്പർട്ടിയുടെ വില, അപ്പം ബാങ്ക് കൂടുതൽ ലോൺ കൊടുക്കാൻ നോക്കും. അതാണ് സംഭവിക്കുന്നത്. റാദർ ദാൻ സെക്യൂർഡ് ലെൻഡിങ് സപ്പോർട്ടഡ് ബൈ മോർഗേജസ്, നമ്മൾ പറഞ്ഞ മനസ്സിലായാലോ. ദർ വിൽ ബി എ ഗ്രോത്ത് ഓഫ് സ്പെക്കുലേറ്റീവ് ലെൻഡിങ്, ഈവൻ പോൺസി ബോറോയിങ്. പോൺസി ബോറോയിങ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന സ്ഥലത്ത് നിന്നൊക്കെ ബോറോ ചെയ്യുക. ആരുടെ ഒരു റെഗുലേഷൻ ഇല്ലാത്ത ഏരിയ ബോറോ ചെയ്ത് ഞാൻ മിനിമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദിസ് മീൻസ് ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് lend money in the hope that asset price keep rising, so they are giving loan. കൂടുതൽ പൈസ ഭാവി വരും എന്നൊക്കെ വിചാരിച്ച് കൂടുതൽ ലോൺ കൊടുക്കും. ഏറ്റവും അവസാനം ഇതൊന്നും തിരിച്ച് കിട്ടാതെ വരും. തിരിച്ച് പോളിസി സ്കീം പോലെയുള്ള സംഭവങ്ങൾ വർക്ക് ചെയ്യാതെ തിരിച്ച് കിട്ടാതെ വരും. റെഗുലേറ്റേഴ്സ് ഈയിടെ കണ്ട് 2-3 പേര് തിരുവല്ലയിലും കണ്ട് ബാങ്കല്ലല്ലോ ജനങ്ങളുടെ പൈസ മേടിച്ച് മുങ്ങി, നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലായിരുന്നു? അങ്ങനെയുള്ള സംഭവം. നോംസ് ഫോർ ലെൻഡിങ്, റെഗുലേറ്റേഴ്സ് സിംപ്ലിഫൈ നോംസ് ഫോർ ലെൻഡിങ്ങിനുള്ള നോംസ് ഒക്കെ റെഗുലേറ്റേഴ്സ് ഭയങ്കര സിമ്പിളാക്കും. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി മേക്ക് മിസ്റ്റേക്സ്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട. ഏറ്റവും മോശം അസറ്റ് വരെ തന്നെ ലോൺ വരെ AAA കൊടുക്കും. എന്നിട്ട് നല്ലതെന്ന് പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് മേടിപ്പിക്കും. മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ട്. ഇൻ ദി ലോങ് റൺ ദിസ് അസറ്റ് ബബിൾ ആൻഡ് സ്പെക്കുലേറ്റീവ് ലെൻഡിങ് കനോട്ട് ബി മെയിൻറ്റെയിൻഡ് ഫോർ എവർ. എപ്പോഴും ഈ റിപ്പോർട്ടിൽ വരും ഏറ്റവും അവസാനം ബാങ്കുകൾ പരാജയപ്പെട്ട് തിരിച്ചു വരും എന്നാണ് ഇവർ പറയുന്നത്. അതിൽ തിരിച്ചു വരുന്നല്ല, അവരുടെ അസറ്റ് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ. പിന്നെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷനാണ് മിൻസ്കി മൊമെൻറ്റ്. മിൻസ്കി മൊമെൻറ്റ് നമ്മൾ എന്താണെന്ന് കാണാം.
അറ്റ് ലാസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഇറാഷണൽ ലെൻഡിങ്. ആ വാക്കൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ഈ വാക്കുകളാണ് നമ്മളെ സംബന്ധിച്ചോളം. നമ്മൾ ഈ തിയറി എഴുതുമ്പോഴല്ലോ പലപ്പോഴും നമുക്ക് വാക്കുകൾ കിട്ടാതെ നമ്മൾ പരതിപ്പോവും. ഏറ്റവും അവസാനം ഉള്ള മലയാളവും അല്ലെങ്കിൽ മുറി ഇംഗ്ലീഷും ഒക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടാൻ നോക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈ വാക്കുകൾ അസറ്റ് പ്രൈസിങ്, പോളിസി, ഫിനാൻസിങ്, ഹെഡ്ജിങ്, irrational lending, exuberance lending, financial instability. So all those words are phrases that are usually used in economics. Okay, this class is and step for to learn such terminologies. The financial situation goes very risky. There comes the Minsky moment, which refers to the point where the financial system moves from stability to instability. എന്താണ് ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം സ്റ്റെബിലിറ്റിയിൽ നിന്ന് ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു ജങ്ചർ പറയുന്ന പേരാണ് മിൻസ്കി മൊമെന്റ്. അറ്റ് ദിസ് പോയിന്റ് ദി ഓവർ ഇൻഡപ്റ്റഡ് ബോർവേഴ്സ് സ്റ്റാർട്ട് ടു സെൽ ഓഫ് ദർ അസറ്റ്സ് ടു മീറ്റ് ദ അതർ പേയ്മെൻറ്റ് ഡിമാൻഡ്സ്. അപ്പം കടക്കാരനാണെന്നറിയോ, കടക്കാരാദ്യം തന്നെ ചെയ്യും ഉള്ള സെറ്റ് വയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്നത്. നമ്മൾ കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മളെ വീട്ടിലെ തടിയൊക്കെ വെട്ടി വയ്ക്കും, അല്ലെങ്കിൽ വീട്ടിലെ സ്വർണ്ണം കൊണ്ട് വയ്ക്കും, അസറ്റ് വയ്ക്കാൻ തുടങ്ങും, ഓടി രക്ഷപ്പെടാൻ നോക്കും കടം ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് കടം കൂടുതൽ ചള്ളാന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ കോസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ബിക്കം ഇല്ലിക്വിഡ്. അപ്പോൾ എന്നാ അറിയാം, പൈസ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ബാങ്കുകളുടെ കേസിൽ, നമ്മുടെ കേസിൽ മാത്രമല്ല, ബാങ്ക് ഇല്ലിക്വിഡ് ആവും, റെഡി ആയിട്ട് പൈസ കാണില്ല. ആരോടെങ്കിലും ഫെഡറൽ ബാങ്കിനോ എസ് ബി ഐക്കോ അല്ലെങ്കിൽ കാനറ ബാങ്കിനോ പറയാൻ പറ്റുമോ ഇന്നില്ല പൈസ തൊട്ടോ നാളെ വരാൻ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് നമ്മൾ മാറുമെന്ന് പറയും, ബാങ്ക് ഒട്ടിയെന്ന് പറയും. അപ്പം ബാങ്കിൻ്റെയും ആസ്തി കാണും, പക്ഷേ റെഡി ആയിട്ട് ക്യാഷ് കേൾക്കാണില്ല. ആ സിറ്റുവേഷൻ പറയാം ഇല്ലിക്വിഡ്. ദേ കാനോട്ട് മീറ്റ് ദി ഡിമാൻഡ് ഫോർ ക്യാഷ്. അവർക്ക് പെട്ടെന്ന് ക്യാഷ് കിട്ടുകയില്ല. സോ ദർ ഹാപ്പൻ എ റൺ ഇൻ ദി ബാങ്ക് പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് റൺ ഇൻ ദി ബാങ്ക്. പീപ്പിൾ സിക്ക് ടു വിത്ഡ്രോ ദർ മണി. അപ്പോൾ ആളുകൾ ഇങ്ങനെ ബാങ്കിൽ പൈസ ഇല്ലെന്ന് കാണുമ്പോൾ നമുക്കൊരാവശ്യമില്ലെങ്കിലും നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മൾ ഓടിപ്പോയി തിരിച്ചെടുക്കാൻ നോക്കും. ശരിയല്ലേ? ഞാൻ പോവും, നമ്മളെല്ലാം പോവും, ബാങ്ക് ക്യൂ ആയിരിക്കും, ആ പടം ഒരു ക്യാസ് ആയിരിക്കും. അങ്ങനെ ബാങ്ക് പരാജയപ്പെട്ടു പോകും. ബാങ്ക് വലിയ കുഴപ്പമില്ലെങ്കിലും ഇല്ലിക്വിഡ് ആണെങ്കിൽ ബാങ്ക് പരാജയപ്പെട്ടു പോകും. ഓക്കെ, ഇതൊക്കെ ഭാവനയെ ഉള്ള കാര്യമല്ല, സംഭവിച്ച കാര്യമാണ്. ഇന്ത്യ കഷ്ടിച്ച് സംഭവിക്കാതിരുന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അടുത്തത് യൂഷ്വലി ദി മിൻസ്കി മൊമെൻറ്റ് കംസ് വെൻ ലെൻഡിങ് ആൻഡ് ഡെപ്റ്റ് ലെവൽസ് ബിൽട്ട് അപ്പ് അൺസസ്റ്റൈനബിൾ. ഭയങ്കരമായിട്ട് ലെൻഡിങ് കൂടുമ്പോഴാണ് മിൻസ്കി മൊമെൻറ്റ് വരുന്നത്. ഇറ്റ് ക്യാൻ ലെറ്റ് ടു ഷ്രിങ്കിങ് എ ബാലൻസ് ഷീറ്റ് ഓഫ് ബാങ്ക്സ്. ഷ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് അസറ്റാന്ന് വിചാരിച്ചു, കൊടുത്ത ലോൺ ഇങ്ങനെ ഇരിക്കുക, ഇത് ലയബിലിറ്റി എന്ന് വിചാരിച്ചു. ആളുകളിൽ ഡെപ്പോസിറ്റ് മേടിച്ചിട്ട് ലോൺ കൊടുത്താൽ ഇച്ച വലുതാണല്ലോ അല്ലേ, ഇതെല്ലാം മോശം അസറ്റാവും. അപ്പം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവരുടെ ബാലൻസ് ഷീറ്റ് ചെറുതും. അതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തിട്ട് ലയബിലിറ്റി സൈഡിൽ ചെറുതാക്കും, ബാങ്ക് സ്വയമായി ചെറുതായിപ്പോൾ. ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ, നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്നും പറയുന്നില്ല. ഒത്തിരി ലൈഫ് എക്സാമ്പിളുണ്ട്. 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലുണ്ടല്ലോ. നമ്മൾ ഈ 2012 എന്ന് പറഞ്ഞൊരു പടമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2012 എൻ്റെ ഒത്തിരി അങ്ങനെയാണ് അതിൻ്റെ പേര്. ഞാൻ എൻ്റെ CD മേടിച്ചു, ഒറിജിനൽ CD-ക്ക് 1000 രൂപയായിരുന്നു. അപ്പോൾ ആ CD മേടിച്ച്, അതായത് ലോകാവസാനത്തെക്കുറിച്ച് അതിൻ്റെ ഇങ്ങനെ ഓരോ സീനുണ്ട്, ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ഇടിഞ്ഞ് നമ്മളിങ്ങനെ തിയേറ്ററിൽ പോയി ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ. ഞാൻ വലിയൊരു തിയേറ്ററിൽ പോയി കാണും ഇരുന്ന് കേട്ടോ, ബാക്കി സീറ്റിലിരുന്ന് കാണാൻ പറ്റും. ലോകമൊക്കെ ഇടിഞ്ഞ് വീഴുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന കാഴ്ച നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് പുറകെ പോയി നല്ല ഭംഗിയായിട്ട് കണ്ട് സന്തോഷം കൊണ്ടല്ലോ കേട്ടോ. ഇന്നലെ നമുക്കൊരു ഭയങ്കര സംഭവം ഡിസാസ്റ്റർ മൂവീസിലൊന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 2008 ഫിനാൻഷ്യൽ ക്രൈസിലുണ്ടല്ലോ ഒത്തിരി ബാങ്കുകൾ പൊട്ടിപ്പോയി. പറയാതിരിക്കാൻ പറ്റുകയില്ല. എങ്ങനെയാണെന്നറിയോ, ഏറ്റവും ബിയൻ സ്റ്റേൻസ് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു, അവരും സിറ്റി ബാങ്കോടെ ഭയങ്കര മത്സരമായിരുന്നു. വെൽഫാർഗോ എന്ന് പറഞ്ഞ വേറൊരു ബാങ്ക് ഉണ്ടായിരുന്നു. പൊട്ടി ഏതൊരു ബാങ്കിനെ വെൽഫാർഗോ ഏറ്റെടുത്തു. അപ്പോൾ അതിനുവേണ്ടി സിറ്റി ബാങ്കുമായിട്ട് ഭയങ്കര മത്സരം. വെൽഫാർഗോ നടന്ന കാര്യം കേട്ടോ, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. വെൽഫാർഗോ, ബിയൻ സ്റ്റേൻ എന്ന് പറഞ്ഞ വേറൊരു ബാങ്ക് ഉണ്ടായിരുന്നു, സിറ്റി ബാങ്ക് എന്ന് പറഞ്ഞ വേറൊരു ബാങ്ക് ഉണ്ടായിരുന്നു. സിറ്റി ബാങ്ക് ഈ ഏതോ ഒരു ബാങ്ക് പരാജയപ്പെട്ടു, ഇത്രയും എനിക്ക് ഓർമ്മ. അപ്പോൾ അതിന് വെൽഫാർഗോ സിറ്റിയും കൂടെ ഭയങ്കര മത്സരമായിരുന്നു. ആ പൊട്ടിയ ബാങ്കിനെ ഏറ്റെടുക്കാൻ വേണ്ടി ആക്രി വിലയ്ക്ക് വെൽഫാർഗോ ഏറ്റെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം വെൽഫാർഗോ പൊട്ടിയ വെൽഫാർഗോ സിറ്റി ഏറ്റെടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സിറ്റി പൊട്ടിപ്പോയി. കാരണം ഈ പൊട്ടുന്ന ബാങ്കിനകത്തൊന്നും പൈസയില്ല. സിറ്റി പൊട്ടിപ്പോയപ്പോഴത്തേക്ക് അമേരിക്കൻ ഗവൺമെൻറ് പറഞ്ഞു, എന്നാ പറഞ്ഞറിയോ, സിറ്റി ലോകത്തിൻ്റെ ബാങ്കാണ്. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ്, ദി ബാങ്ക് അങ്ങനെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ലോക്കൽ ബാങ്ക് ഓഫ് ദി വേൾഡ് അങ്ങനെ എന്താണോ ഞാൻ ക്യാപ്ഷൻ മറന്നുപോയി. സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ്, പൊട്ടിയത് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ SBI പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, സിറ്റി പൊട്ടിപ്പോയി. അപ്പം ഗവൺമെൻറ് പറഞ്ഞു സിറ്റിയുടെ ഷെയർ ആരെടുക്കേണ്ടത്, സിറ്റിക്ക് ഗവൺമെൻറ് $80 ബില്യൺ കൊടുത്തു. എന്നിട്ട് ബാങ്കിനെ രക്ഷിക്കാൻ നോക്കി. അന്ന് സിറ്റി ഏറ്റെടുക്കാൻ വേണ്ടി ഒത്തിരി കമ്പനികൾ വന്നാൽ ഇത്രയും. എന്നിട്ട് സിറ്റിയെ ഉണ്ടല്ലോ, സിറ്റിക്ക് പൈസയും കൊടുത്തു. അന്നേരം സിറ്റി ബാങ്കിലെ ചെയർമാനായിരുന്ന ഒരു ഇന്ത്യക്കാരനായിരുന്നു,
ബാങ്ക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെയർമാനാകാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ പേരാണ് വിക്രം പണ്ഡിറ്റ്. എന്താണ്? വിക്രം പണ്ഡിറ്റ്. ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റിയല്ലോ കേട്ടോ. നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് റീഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിച്ചു. വിക്രം പണ്ഡിറ്റ് തമിഴ്നാട്ട് മദ്രാസ് IIT ബിടെക് MBA എടുത്ത ഒരാളായിരുന്നു. ഇന്ത്യക്കാർ പൊതുവെ പോരെങ്കിലും ഇന്ത്യയിലെ ആൾക്കാർ പല പ്രസ്ഥാനങ്ങളിലും CEO ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ. സുന്ദർ പിച്ചായി അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ. അതിലൊരാളായിരുന്നു ഈ പണ്ഡിറ്റ് സിറ്റി ജോലി കയറി ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കിൽ CEO ആയിട്ട് ജോലി കയറിയപ്പം ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാണ് പണ്ഡിറ്റ് കയറിയത്. 5 വർഷത്തേക്ക് പണ്ഡിറ്റിന് $1 മാസം $1 സാലറി. അങ്ങനെ പണ്ഡിറ്റ് 5 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷം സിറ്റി തിരിച്ചു കൊണ്ടുവന്നു. പഴയ പോലെ തന്നെ സിറ്റി തിരിച്ചു വന്നു. 5 വർഷം കഴിഞ്ഞപ്പം സായിപ്പന്മാർ പണ്ഡിറ്റിനെ ചവിട്ടി പുറത്താക്കി. ഒരു പ്രാവശ്യം കൂടെ ഒരു ടൈം കൂടെ കൊടുക്കും ഞാനൊക്കെ വിചാരിച്ചു, നമ്മളെല്ലാം വിചാരിച്ചു, പണ്ഡിറ്റ് അങ്ങനെ വിചാരിച്ചു. പക്ഷേ സായിപ്പാര പാർട്ടി അവരെന്നെ അറിയോ പണ്ഡിറ്റിനെ ചവിട്ടി പുറത്താക്കി. അപ്പം ആ കാലഘട്ടം നമുക്ക് മറക്കാൻ പറ്റിയില്ല. അത് വെൽഫാർഗ പൊട്ടുന്നത് കണ്ടിട്ട് വെൽഫാർഗയെ ഓടിപ്പോയെടുത്ത് സിറ്റി പൊട്ടിപ്പോയി. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് പൊട്ടിപ്പോയി. അപ്പോൾ ഈ മിൻസ്കി മൂവ്മെൻറ്റ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊന്നും സ്വപ്നത്തിലെ കാര്യമൊന്നുമില്ല അല്ലേ. നമ്മളിവിടെ കോവിഡ് വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചു? കുറേ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ചൈനയിൽ അങ്ങനെ വന്നപ്പം വരുമെന്ന് ഞാൻ തോന്നിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിനെ കുറേ ആർട്ടിക്കിൾ എഴുതി, ഞങ്ങൾ കോളേജിലൊക്കെ ബ്ലോക്ക് ചെയ്യട്ടെ, ക്യാൻസൽ, കുറേ ഡിസ്കഷനൊക്കെ നടത്തി കോളേജ് അടച്ചിട്ട് വരും. ഇതിൻ്റെ ഒരു ദിസ് ഡോക്യുമെൻറ്റ്സ് ട്രൈങ് ടു കണക്ട് ടു WW economics ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ നോക്കാം. അപ്പം ഈ പടം അവിടെ നിന്ന് എടുത്താം കേട്ടോ. ഈ ചിത്രം വരയ്ക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്താം. അപ്പോൾ പടത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് നമ്മളോട് ചോദിക്കുക. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഡിലീറ്റ് ചെയ്ത്. അപ്പം മിൻസ്കി മൊമെൻറ്റ് ഓക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമുക്ക് ചിത്രത്തിലാണ് ഇങ്ങനെയുണ്ട്. മിൻസ്കി മൊമെൻറ്റ് ഇതാണ്. മിൻസ്കി മൊമെൻറ്റ് പറയുന്നത് എന്നാണെന്നറിയോ? ഇതാണ് ഭയങ്കരമായിട്ടുള്ള ക്രെഡിറ്റ് ബൂം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റികൾ ഭയങ്കര സ്ട്രോങ്. 2008 ഇന്ത്യ സംഭവിച്ചു കേട്ടോ. പോൺസി ബോറോയിങ്, സ്പെക്കുലേറ്റീവ് ബോറോയിങ്, പിന്നെ ക്രെഡിറ്റ് ഭയങ്കരമായിട്ട് ലോൺ കൊടുക്കുന്നു. ഏറ്റവും അവസാനം എല്ലാം പൊട്ടി താഴോട്ട് വരും. അപ്പോൾ GDP ഇങ്ങനെ അല്പം കൂടെ സ്റ്റേബിൾ ആയിരിക്കും, പക്ഷേ ഫിനാൻഷ്യൽ സിസ്റ്റം അതിനനുസരിച്ച് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ മിൻസ്കി മൂവ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം ക്രാഷായിട്ട് താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇതാണ് GDPയുടെ ഒരു പോക്ക്, ഇതാണ് സ്പെക്കുലേറ്റീവ് ഫൈനാൻസിൻ്റെ വേറൊരു പോക്ക്. പോരാട്ടോ, പോയേക്കരുത്. റെസ്യൂം. ഓക്കെ, സോ അപ്പോൾ ഈ 2 ഡയഗ്രാം, ഈ 2 ലൈൻ നമ്മൾ ഓർക്കണം. GDP ഇതിലേ പോവും, ഫിനാൻഷ്യൽ സെക്ടർ ഇതുപോലെ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേറ്റീവ് ഫൈനാൻസിങ് നടത്തി ഇതിലേ പോവും. ഇവിടെ വരുമ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം താഴോട്ട് വരും. ഇതാണ് ഈ മിൻസ്കി മൂവ്മെൻറ്റ് നമ്മളോട് പറയുന്നത്. Then implications of financial instability hypothesis. Minsky argued that because of capitalism was prone to this instability, it was necessary to use government regulation to prevent financial bubble. ഇപ്പോൾ ഫിനാൻഷ്യൽ ബബിൾ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഗവൺമെൻറ് റെഗുലേഷൻ വേണം. റെഗുലേഷൻ ടു പ്രിവെൻറ്റ് സ്പെക്കുലേറ്റീവ് പോളിസി ലെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് റെഗുലേഷൻ വേണം. ബാങ്കിൽ ക്യാഷ് റിസർവ് സൂക്ഷിച്ച് വെക്കണം, പൈസ കൂടുതൽ സൂക്ഷിച്ച് വെക്കണം. പിന്നെ അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു സ്റ്റെബിലിറ്റി ഫണ്ട്, അതായത് സ്റ്റെബിലിറ്റി ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ അതായത് ബൂമിൻ്റെ സമയത്ത് നമ്മൾ പൈസ ഇങ്ങനെ ബാങ്ക് ഇഷ്ടംപോലെ സൂക്ഷിച്ച് വെക്കണം. ബാങ്കുകൾക്ക് പ്രശ്നം വരുമ്പോൾ ആ പൈസ എടുത്ത് ചിലവാക്കണം. അപ്പോൾ അതിനിപ്പോൾ ഒരു നിലവിലൊരു ഫെസിലിറ്റി, അതിൻ്റെ പേരാണ് കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫർ. പേര് കേട്ടോ, ചുമ്മാ പേര് അവിടെ ഇട്ടുന്നുള്ളൂ. എന്താണ് കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫർ? ഒരു ബാങ്ക് അതിൻ്റെ കൊടുക്കുന്ന ലോണിൻ്റെ 2.5% എന്ന് പറഞ്ഞാൽ ഓരോ 100 രൂപ ലോൺ കൊടുക്കുന്ന 2.5 രൂപ ബാങ്ക് ഭൂമിൻ്റെ സമയത്തെടുത്ത് ബാങ്ക് സൂക്ഷിച്ച് വെക്കണം. ഇതാണ് അത് റിക്വയർമെൻറ്റാണ്. ബേസിൽ 3 എന്ന് പറഞ്ഞ റിക്വയർമെൻറ്റിലെ ഭാഗമുള്ള ബേസിൽ 3. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫർ. സ്ട്രിക്റ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് മോർഗേജ് ലെൻഡിങ്. വീടിന് ലോൺ കൊടുക്കുമ്പോഴും കാറിന് ലോൺ കൊടുക്കുമ്പോഴും ഭയങ്കര കണ്ടീഷൻസ് വേണം. ദെൻ വില്ലിങ്നെസ് ടു ആക്ട് അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ. അതായത് സാധനം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പം കണ്ടോ, നിങ്ങളുണ്ടോ ഇക്കോണമി താഴോട്ട് പോവുക, സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുക, ഇതുപോലെ സിറ്റുവേഷൻ വേറെ എല്ലായിടത്തും ഉണ്ടോ അല്ലേ? അപ്പോൾ അത് ഭയങ്കര റെയർ ഒരു കോംപ്ലക്സിറ്റി തന്നെയാണ് ശരിക്കും. ഇക്കോണമി പൈസ ഇഷ്ടംപോലെ കെട്ടിക്കിടക്കും, ബാങ്കിന് ആർക്കും ലോൺ കൊടുക്കാൻ താല്പര്യമില്ല, ആ പൈസ എടുത്ത ആളുകൾ ഷെയർ മേടിക്കുക, അതാണ് സംഭവിച്ചു പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അസറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഷെയറിൻ്റെ ഒക്കെ വില കൂടുന്നതിന് പറയുന്ന പേരാണ് അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ദെൻ സ്പ്ലിറ്റിംഗ് അപ്പ് ബാങ്ക്സ് ബിറ്റ്വീൻ ട്രഡീഷണൽ സേവിംഗ് ഡിവിഷൻസ് ആൻഡ് മോർ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്. ബാങ്ക് ഉണ്ടെങ്കിൽ ICICI വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, ICICI
എന്താണ് വേറെ എന്തെങ്കിലും അവരുടെ ഫിനാൻസിങ് അപ്പോൾ ഐ സി സിയുടെ പ്രധാനപ്പെട്ട ബാങ്കിങ് ബിസിനസ്സും അതും തമ്മിൽ എന്ത് ചെയ്യണം, ഡീകപ്പിൾ ചെയ്യണമെന്ന് പറയുന്നത്. ശരിക്കും അതിൻ്റെ കൃത്യം വാക്ക് റിംഗ് ഫെൻസ് ചെയ്യണമെന്നാണ് പറയുന്നത്. റിംഗ് ഫെൻസിങ്, മതിൽ കെട്ടി ആളുകളുടെ ഡെപ്പോസിറ്റ് ഉപയോഗിച്ച് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് നടത്തരുത്. കൊമേഴ്സ്യൽ ബാങ്ക് ബിസിനസ്സും അതർ ബിസിനസ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയും. എ സ്ട്രോങ് സെൻട്രൽ ബാങ്ക് വില്ലിംഗ് ടു ആക്ട് ആസ് എ ലാൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. സെൻട്രൽ ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൈസ കൊടുക്കും. ബാങ്കിൽ പൈസ കൊടുത്ത് രക്ഷിച്ചോണം പൊട്ടുന്നതിന് മുമ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഭയങ്കര വിശന്ന് അവിടെ ഇരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്നെ കുറ്റപ്പെടുത്തിയേക്കരുത് കേട്ടോ. പക്ഷേ നമുക്ക് പഠിച്ച് തീർത്തേ പറ്റൂ. നിങ്ങൾ ആ സൈഡിൽ ചോറൊക്കെ ഉണ്ടോ, ഞാനിവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ശ്രദ്ധിച്ചിരുന്നത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ചെയ്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ നോട്ട് വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൺക്ലൂഷൻ ഭാഗത്തിലേക്ക് വരിക. ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ലോൺ കൊടുക്കാത്ത ഒരവസ്ഥ. ദി വർക്ക് ഓഫ് മിൻസ്കി വാസ് ലാർജ് ഇഗ്നോർഡ് ബൈ മെയിൻ സ്ട്രീം ഇക്കണോമിക്സ് 1970s. മിൻസ്കി ഇങ്ങനെ ആത്മകഥ പോലെ എഴുതി ഉണ്ടാക്കിയിട്ട് ആരും മൈൻഡ് ചെയ്യില്ല. സംഭവിച്ച എപ്പോഴാണെന്ന് അറിയാം, 2007 മിൻസ്കി പറഞ്ഞു ശരിയായിരുന്നു പറഞ്ഞ് മിൻസ്കിയുടെ 1970s 80s വർക്ക് എല്ലാവരും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുവന്നു. അങ്ങനെ എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ് ലോകത്തിലൊരു വൈറസ് ആക്രമണം വരും, അത് ആർട്ടിഫിഷ്യലായിരിക്കും, നാച്ചുറൽ വൈറസ് അല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത ഇപ്പോഴും ആ വർക്കൊക്കെ എല്ലാവരും ഇങ്ങനെ ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മിൻസ്കി പറഞ്ഞത്. അതായത് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. കാരണം നമ്മളെ വഴിയെ പോകുന്ന എല്ലാവരെയും പിടിച്ചു നിർത്തി ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചടക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഹൈലി റിസ്ക് ആയിട്ടുള്ള ആസറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് കിട്ടും. അതാണ് 2007 സംഭവിച്ചത്. അതോടുകൂടി ഉണ്ടല്ലോ മിൻസ്കിയുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഹൈപ്പോത്തസിസ് നമ്മളെപ്പോലുള്ള ആൾക്കാർ പഠിക്കാൻ നിർബന്ധിതമായി തീർന്നു. അപ്പോൾ അതായത് തിയറിക്ക് പ്രാധാന്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. റീന്യൂഡ് ഇൻട്രസ്റ്റ് വർക്ക് 2007 ക്രൈസിസ് കാരണം നമ്മൾ പറഞ്ഞല്ലോ ആരുടെയൊക്കെയാണ്, വെൽഫാർഗോ, ബേൺസ്റ്റൈൻസ്, സിറ്റി. ഒരിക്കലും ഒരു ദിവസം 2 ബാങ്കും 3 ബാങ്കും വെച്ച് അമേരിക്ക പൊട്ടിപ്പോയി. ഓക്കെ. ദ മോഡൽ സീം ടു ബി ഓഫർ കൺസിഡറബിൾ എക്സ്പ്ലനേഷൻ എലമെൻറ്റ്സ് ടു ക്രെഡിറ്റ് ക്രൈസിസ്. ക്രെഡിറ്റ് ക്രൈസിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ മോഡൽ നമ്മളോട് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുതന്നെ ഹെഡ്ജ് ഫണ്ടിങ്, സ്പെക്കുലേറ്റീവ് ആൻഡ് സ്പോൺസി ഫണ്ടിങ് ഭയങ്കര ചള്ളാണ്. അസറ്റ് പ്രൈസ് അങ്ങനെ അതിനെ കണ്ടെയ്ൻ ചെയ്യണം. ഓക്കെ. ഏത് ബൂം കഴിഞ്ഞും ഒരു ബെസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോണം. ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഈ ക്ലാസ്സിൽ ഇതൊക്കെ തന്നെ കിട്ടാനുള്ളൂ. ഒരു ബൂം വന്നു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഉണ്ടാവും. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടാവുമെന്ന് പേരൻസൊക്കെ പറയാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു ബൂം വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ ഉണ്ടല്ലോ, വില കൂടി നിൽക്കുമ്പം വിൽക്കാം, വില കുറയുമ്പം മേടിക്കണം, വില കൂടുമ്പോൾ പോയി മേടിക്കാൻ പോരാ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഹൈപ്പോത്തസിസ് നമുക്ക് കിട്ടുന്ന വലിയ മെസ്സേജസാണ്. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജസ് നമ്മളെല്ലാം വില കൂടുമ്പോഴാണ് പോയി മേടിക്കുന്നുള്ളതാണ്. ദ ഫെയിലിയർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ടു ആഡിക്വറ്റ്ലി സീ ദ റിസ്ക് ഇൻ മോർഗേജ് ഡെപ്റ്റ്. അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എല്ലാത്തിനും എ റേറ്റാണ്. ബി റേറ്റ് കൊടുക്കുന്നതിന് വരെ പൈസ മേടിച്ചിട്ട് എ റേറ്റിംഗ് കൊടുത്തു. അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യണം, മണി ബോറ ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ലെൻഡിങ് നടത്തരുത്. റിസ്ക് ടേക്കിംഗ്, അത് എമർജിങ് ബാങ്ക്സ് അങ്ങനെയുള്ള ഭയങ്കര റിസ്ക് ടേക്കിങ്ങും ഭയങ്കര റിവാർഡ് കിട്ടുന്ന, പ്രോഫിറ്റ് കിട്ടുന്ന, റിട്ടേൺ കിട്ടുന്ന റിസ്ക് ഓറിയൻറ്റഡ് ലോൺ കൊടുക്കരുത്. ആ കൾച്ചറൊക്കെ മോശമാണ്. ഇതെല്ലാമാണ് നമ്മൾ ഈ തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ ദർ വാസ് ആൻ എപ്പിസോഡ് ബിറ്റ്വീൻ 2003-07 വെർ മോർഗേജ് ലെൻഡിങ് ആൻഡ് ഹൗസ് പ്രൈസസ് ബിക്കെയിം അൺസസ്റ്റൈനബിൾ. മനസ്സിലായല്ലോ. ആസ് എ കോൺസിക്വൻസ് ദിസ് ഫിനാൻഷ്യൽ ബബിൾ ബസ്റ്റ് occurred in the form of global financial crisis which we can describe as the മിൻസ്കി മൊമെൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് ആ ക്രൈസിനെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മിൻസ്കി മൊമെൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അവിടുത്തെ കേട്ടോ മിൻസ്കി മൊമെൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് മിൻസ്കിയുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഹൈപ്പോത്തസിസിൻ്റെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആദ്യം എസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ലൈവ് എക്സാമ്പിൾ വെച്ച് നമുക്ക് സഹിക്കാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ നോട്ടൊന്ന് വായിച്ച് നോക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഒരു അസൈൻമെൻറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനല്ല, എന്നാലും ഒരു അസൈൻമെൻറ്റ് ചെയ്യണോ നോക്കട്ടെ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് നാളെ കാണാം. ഓക്കെ. എല്ലാവരും പോയി ചോറുണ്ടോ. ബൈ. Thank you, sir. Okay, welcome. Thank you, sir. Welcome. Thank you, sir. Okay, welcome.